ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ 5 മണിവരെ 60.19% പോളിംഗ് രേഖപ്പെടുത്തി. പശ്ചിമബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്, 73.93%. കുറവ് പോളിംഗ് മഹാരാഷ്ട്രയിലാണ്. ഇതുവരെ 53.40% പേരാണ് വോട്ട് ചെയ്തത്. അസം, ഗോവ, ബംഗാൾ എന്നിവിടങ്ങളിൽ പോളിംഗ് 70% കടന്നു. ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ 60%-ൽ താഴെയാണ് പോളിംഗ്. ശരത് കെ ശശിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരത്ത്, ഇതുവരെയുള്ള പോളിംഗ് ശതമാനം എത്രയാണ്? ഏറ്റവും കൂടുതൽ എവിടെ, ഏറ്റവും കുറവ് എവിടെ? ആര്യ, അങ്ങനെ മൂന്നാം ഘട്ട വോട്ടെടുപ്പും അവസാനിക്കുകയാണ്. പോളിംഗ് സമയം വൈകിട്ട് 6 മണിവരെയായിരുന്നു. 6 മണിവരെയുള്ള പോളിംഗ് ശതമാനം, അതിൻ്റെ അന്തിമ കണക്ക് പുറത്തു വരുന്നതിന് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. ഏതായാലും 5 മണിവരെയുള്ള ഏകദേശ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് പ്രകാരം 10 സംസ്ഥാനങ്ങളിലേക്കും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 93 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ ആകെ 60.19% വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ 1-2 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലായി 66.42% വോട്ടുകളാണ് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ അന്തിമ കണക്കുകൾ വരുമ്പോൾ 1-2 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് അസമിലാണ്. അസമിൽ 74.86% പോളിംഗ് രേഖപ്പെടുത്തിയത്. കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ വെറും 53.40% പോളിംഗ് രേഖപ്പെടുത്തിയത്. അസം, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ, ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ 70%-ലേറെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഗുജറാത്ത്, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ 60%-ൽ താഴെ പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടുകൂടി 283 ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് പൂർത്തിയായിരിക്കുന്നത്. ആകെ 20 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വോട്ടെടുപ്പ് മൂന്നാം ഘട്ടത്തോടുകൂടി അവസാനിച്ചിരിക്കുന്നു. ശരി, ശരത് കെ ശശിയാണ് വിശദാംശങ്ങൾ നൽകിയത്.